ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഔഷധ കഞ്ഞിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ കർക്കിടക മാസം കഴിയാറായി, എന്നാലും മിഥുനം, കർക്കിടകം, ചിങ്ങമാസം വരെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധ കഞ്ഞിയാണ് കേട്ടോ. ഇതിന് വേണ്ടി കുറച്ച് വേരുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. മുക്കുറ്റി, ചെറുള, തഴുതാമ, കുറുന്തോട്ടി, പുത്തരിച്ചുണ്ട, വട്ടിവയറ, പെരുകിങ്കട, നന്നാരി, ഓരില, മൂവില, തുമ്പവേര്, അടപതിയൻ, തൊട്ടാവാടി, ഇങ്ങനെയുള്ള വേരുകളൊക്കെയാണ് കേട്ടോ ഇതിന് ചേർക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൻപുറത്ത് നന്നായി കിട്ടുന്നത് കാരണം നമുക്ക് അതൊക്കെ എടുക്കാം. ഇല്ലാത്തവർക്ക് നമുക്ക് ഔഷധക്കൂട്ടായിട്ട് വാങ്ങുകയും ചെയ്യാം. ഇതിനെല്ലാം നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിയാണെങ്കിൽ കുത്തരി, നവരരി, ഉലുവ, നുറുക്ക് ഗോതമ്പ്, ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഒരു 10-15 മിനിറ്റോളം കുതിർത്തി നമ്മൾ കുക്കറിലിട്ട് വേവിക്കാം. നമ്മൾ ഈ നുറുക്കിയ ആ വേരുകളും മല്ലി, ജീരകം, കടുക്, അയമോദകം, ചതവുപ്പ, കുരുമുളക് കൂട്ടി നമ്മൾ നന്നായി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതെല്ലാം കൂടി കൂട്ടി പൊടിച്ചതിന് ശേഷം നമ്മൾ ശരിക്കും പൊടിക്കാൻ പറ്റില്ല നമുക്ക് മിക്സിയുടെ ജാറിലൊന്നും. അപ്പോൾ നമുക്കതിന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ അരി ഉലുവയൊക്കെ അത് നമുക്ക് വേവിച്ചെടുക്കണം. എന്നിട്ട് ഈ മിക്സിയിൽ അരച്ചെടുത്തത് നമ്മൾ ഒന്നും കൂടി അമ്മിക്കല്ലിലിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് നല്ല ചെറിയ വേരുകളൊക്കെ ഉണ്ടാവും, എന്നാലും നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് ഈ കഞ്ഞിയിലേക്ക് കൂട്ടുക. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂട്ടിയിട്ട് ലാസ്റ്റ് ഒന്നുകൂടി അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരകുണ്ട്. തേങ്ങ ചിരകി അതിൻ്റെ പാല് നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്ന് പാലെടുത്താലും മതി. ആദ്യം ഒന്ന് പിഴിഞ്ഞ് ഒരു വെള്ള തുണിയിലിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പാല് നന്നായിട്ട് പാലെടുക്കണം. അങ്ങനെ ഈ വെന്ത് വന്ന അരിയും ഉലുവയും അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വിറക് കൂട്ടിയിട്ടുള്ള അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കണം എന്നാണ് ഇതിന് പറയുക. അങ്ങനെ വിറകടുപ്പിൽ വെക്കാൻ പറ്റിയ ഒരു കലത്തിലേക്കിട്ട് അതിൽ നമ്മൾ ഈ വേവിച്ചത് കുക്കറിലാണല്ലോ, അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളെടുത്ത് അതിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. ആ അടുപ്പത്തേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം, പാകത്തിന് വെള്ളം, നമ്മളത് വേവിക്കാൻ കുറച്ച് വെള്ളമല്ലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ പാകത്തിന് വെള്ളവും പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി പച്ചയ്ക്ക് അത് വേവിക്കാൻ പാകത്തിന് ഒന്ന് കീറിയിടണമെങ്കിൽ ഇടാം, ഒന്നായിട്ടിടണമെങ്കിൽ ഇടാം. അങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായി കുറുക്കി അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അടുപ്പത്തേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലും ചേർക്കണം കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള അരപ്പുകളും അരിയും ഉലുവയും തേങ്ങാപ്പാലും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് കുറുക്കാൻ വേണ്ടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1/4 മണിക്കൂറോളം അടുപ്പത്ത് വെച്ച് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔഷധക്കഞ്ഞി അത് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരം, നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇളമിക്കുക എന്ന് പറയാം കേട്ടോ. അതായത് നമുക്ക് പ്രതിരോധശേഷി കുറയണ സമയമാണ്. ഈ സമയത്ത് നമ്മുടെ ശരീരരക്ഷയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മളൊരു 7 ദിവസമോ പറ്റാവുന്നൊരു 14 ദിവസമോ ഇനി തീരെ പറ്റാത്തൊരു 3 ദിവസമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇത് ശരീരത്തിന് നല്ലതാണ്. നമുക്കിനി അടുത്ത വർഷമാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. പിന്നെ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെയുള്ള നല്ലൊരു ദേഹരക്ഷയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ.